തെരഞ്ഞെടുപ്പോടെ ബി.ജെ.പി. ആകെ തേഞ്ഞ് ഒട്ടിയ മട്ടാണ്. കാരണം പറയരുത്, ചെയ്യരുത് എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞും ചെയ്തും അടിക്കടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ നിന്നും നോട്ടീസ് വാങ്ങുന്ന ട്രെൻഡിന് പുറകെയാണിപ്പോൾ ബി.ജെ.പി. മതം പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് കാലങ്ങളായി ഭരണഘടനയിൽ അനുശാസിച്ചിട്ടുള്ള ചട്ടമാണ്. എന്നാൽ അമിത ആത്മവിശ്വാസം മനുഷ്യനെ മണ്ടനാക്കി മാറ്റും. അത്തരത്തിൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കിയ ബാംഗ്ലൂരു സൗത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി തേജസ്വി സൂര്യക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നരേന്ദ്രമോദി മതം പറഞ്ഞ് വോട്ട് ചോദിച്ചുവെന്ന പരാതിയിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തൽ വന്നതിന് പിന്നാലെയാണ് ബി.ജെ.പി. യുവ നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. ബാംഗ്ലൂരുവിലെ ജയനഗർ പോലീസ് സ്റ്റേഷനിലാണ് തേജസ്വി സൂര്യക്കെതിരെയുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. തേജസ്വി സൂര്യക്കെതിരെ 123 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം സ്ഥാനാർത്ഥിയോ ഏജന്റുമാരോ മതം, വംശം, ജാതി, സമുദായം, ഭാഷ, മതചിഹ്നം എന്നിവ ഉപയോഗപ്പെടുത്തി വോട്ട് തേടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നത് വിലക്കിയിട്ടുള്ള 123A പ്രകാരം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്പർദ്ധ വളർത്തുന്നത് 125 വകുപ്പിൽ 3 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. താക്കീത് നൽകിയും വിലക്കിയും മടുത്തു. ഇനിയിപ്പോൾ കേസെടുക്കാമെന്ന ഭാവത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമാന സംഭവത്തിൽ ചിക്കബെല്ലാപുര സ്ഥാനാർത്ഥി കെ സുധാകരനുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കെ സുധാകരനെതിരെ വോട്ടർമാർക്ക് കൈക്കൂലി നൽകുവാനും അനാവശ്യ സ്വാധീനം ചെലുത്തുവാനും ശ്രമിച്ചതിനുമാണ് കേസ്. ബി.ജെ.പി. സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതായി കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റിലൂടെ പറഞ്ഞു. എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേസിന് ആസ്പദമായ പ്രധാന തെളിവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന സൗമ്യ റെഡ്ഡിയാണ് തേജസ്വി സൂര്യയുടെ എതിർ സ്ഥാനാർത്ഥി. കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ 14 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് കമ്മീഷൻ ബി.ജെ.പിയോടുള്ള അമിത വാത്സല്യം കൊണ്ടിനി തേജസ്വിയെ നിയമങ്ങളെല്ലാം മറന്ന് കൊഞ്ചിച്ചു വിടുമോ എന്നും അറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയുടെ ലൈസൻസ് ഇല്ലാത്ത പ്രസംഗങ്ങൾക്ക് മറുപടിയായിരിക്കും ഈ കേസെടുക്കൽ.